ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കോളിഫ്ലവർ ഫ്രൈ ആണ്. ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ട് കഴിക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ ഫ്രൈൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കോളിഫ്ലവർ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ടെടുക്കണം. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിലാണ് നമ്മൾ ഇട്ട് വെക്കുന്നത്. ഒരു 3 മിനിറ്റ് നേരം തിളച്ച വെള്ളത്തിലിട്ടതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കോളിഫ്ലവർ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഫ്രൈ ചെയ്യാനുള്ള ഒരു വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഈ വെള്ളത്തിലിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കുന്നത്. കോളിഫ്ലവറിലുള്ള പുഴുക്കളോ എന്തെങ്കിലും പോയ്സണോ ഒക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് എടുക്കുന്നത്. അപ്പം ഞാൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു ബൗൾ എടുത്ത ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ലെമണിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് 2-3 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അരിപ്പൊടിയാണ്. ഇവിടെ 1/2 കപ്പ് അരിപ്പൊടി ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന്, അതായത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലൊരു ബാറ്റർ തയ്യാറാക്കാം. അധികം ലൂസാവാനും പാടില്ല, അധികം തിക്കാവാനും പാടില്ല. ഈ ഒരു ബാറ്ററിലാണ് നമ്മൾ കോളിഫ്ലവർ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കോളിഫ്ലവർ എല്ലാം അതിലേക്ക് ഇട്ട് ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. പൊട്ടിപ്പോവാതെ മെല്ലെ ചെയ്തെടുക്കണം. ഇതൊരു 10 മിനിറ്റ് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് കോളിഫ്ലവർ കുറച്ചായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കോളിഫ്ലവറിൻ്റെ 2 സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കോളിഫ്ലവർ ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്പി ആയിട്ടുള്ള, നല്ല ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കണം. നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.